നമുക്ക് HD വൈഫൈ ക്യാമ്പ്രോൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ക്യാമറ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്ലസ്സുമ്മ ഞെക്കുക, രണ്ടാമത്തെ ഓപ്ഷൻ ഓൺലൈൻ ക്യാമറയിൽ ഞെക്കുക, താഴെ QR കോഡ് ഞെക്കുക, ക്യാമറ സ്കാൻ ചെയ്യുക. അപ്പോൾ ക്യാമറ ആഡായി. ഷുവർ അടിക്കുക. അതിനുശേഷം ക്യാമറയിലുള്ള ഈ സൈഡിലെ ബട്ടൺ ഓണാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ ലൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഓണായെന്ന് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഫോണിൻ്റെ വൈഫൈ സെർച്ച് ചെയ്യുക. ഫോണിൻ്റെ വൈഫൈ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്യാമറയിലുള്ള നമ്പർ ഇതിൽ കാണിക്കും. അതായത് DGK, ഇതിപ്പോൾ ഇതാണ് ക്യാമറയുടെ നമ്പർ. അത് അതുമ്പോൾ ഞെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഒപ്റ്റൈൻ ആപ്റ്റി കണക്റ്റഡ് കാണിക്കും. കണക്റ്റഡിന് ശേഷം നമ്മളിവിടെ പോയിട്ട് താഴേക്ക് ഒന്ന് വരുന്ന കഴിയുമ്പോൾ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഓൺലൈൻ കാണിക്കും. അപ്പോൾ നമുക്ക് ഇത് പിന്നെ ഓൺലൈൻ കാണാവുന്ന സംവിധാനമാണ്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്യാമറ ഇതിലിങ്ങനെ നമുക്ക് കാണാം. ഇത് നൈറ്റ് വിഷൻ ഓണാക്കണമെങ്കിൽ ഇൻഫ്രാറെഡ് ഓപ്പൺ ഇതുമ്മേ വെക്കുക. അപ്പോൾ നൈറ്റ് വിഷൻ ഓണായി. ഇൻഫ്രാറെഡ് ഓട്ടോയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡേ ആൻഡ് ഓട്ടോമാറ്റിക്കലി നൈറ്റ് ലൈറ്റ് കുറയുമ്പോൾ അതിൽ വർക്ക് ചെയ്യും. ഇൻഫ്രാറെഡ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ 2K എന്നുള്ളത് 4K ആക്കാം. ക്വാളിറ്റി കുറച്ച് ഇഷ്ടപ്പെടി കൂട്ടാം. പിന്നെ വെർട്ടിക്കൽ ഇങ്ങനെയുള്ള സിസ്റ്റം ആക്കാം. ഇനി നമുക്ക് വീഡിയോ ഫോണിൽ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാം. പിന്നെ ഫോട്ടോ എടുക്കാം. ഓഡിയോ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ പുറമെ നടക്കുന്ന സംഭാഷണങ്ങൾ കേൾക്കണമെങ്കിൽ സ്പീക്കർ വഴി കേൾക്കാം. പിന്നെ അടുത്തുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ് കോൺട്രാസ്റ്റ് സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പ്ലേ ബാക്ക് മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുമ്മ ഞെക്കി കഴിയുമ്പോൾ പ്ലേ ബാക്ക് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡേറ്റ് ചോദിക്കും. ഇപ്പോൾ ഇതിൽ മെമ്മറി കാർഡ് ഇടാത്ത ഒന്നും കാണിക്കില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കുക. അതല്ലെങ്കിൽ ഈ സെറ്റിങ്സുമ്പോൾ പോയാലും നിങ്ങൾക്ക് ആ ഓപ്ഷൻ കാണാം. ഇതുമ്മ ഞെക്കി കഴിയുമ്പോൾ റെക്കോർഡിങ് കാണും. അതിലിപ്പോൾ SD കാർഡ് ഇല്ല, SD കാർഡ് 0 കാരണം എത്ര GB ആണെന്ന് വെച്ചാൽ അത് കാണിക്കും. ഇവിടെ വീഡിയോ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാം. സ്റ്റോപ്പ് വീഡിയോ ത്രൂ വീഡിയോ, അതായത് ഇപ്പോൾ SD കാർഡ് ഇട്ട കണ്ടിന്യൂസ് റെക്കോർഡിങ് ഓപ്ഷനിലാണ് കിടക്കുന്നത്. 5 മിനിറ്റിൽ ഒരു ഫോൾഡർ ആവും. ഇവിടെ വീഡിയോയുടെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഡൺ അടിച്ചായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വൈഫൈ, വേറൊരു വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വൈഫൈയുമ്പോൾ ഞെക്കുക. അതിനുശേഷം ഇവിടെ ഞെക്കുമ്പോൾ താഴെ ജിയോൻ്റെ വേറൊരു വൈഫൈയുടെ പേര് കാണിക്കും. ഇതുമ്പോൾ ഞെക്കുക. ഷുവർ ആണെങ്കിൽ ഷുവറാന്ന് പറയുക. അത് ഇത് സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പോൾ ക്യാമറ റീസെറ്റ് ആവും. അതിനുശേഷം അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. അതായത് വൈഫൈ സെറ്റിങ്സ് എടുക്കുക. ആക്സസ് പോയിൻ്റ്. ഇപ്പോൾ വൈഫൈയുടെ ലിസ്റ്റ് ഇവിടെ വരും. അവിടെ യൂസർ നെയിമും പാസ്വേഡും അടിക്കുക. സെക്കൻഡ് ഇവിടെ ചേഞ്ച് ആയി. ഇപ്പോൾ ഓൾറെഡി ആ 2 ഡിവൈസും കണക്റ്റഡായി. അതായത് ഇവിടെ ആക്സസ് പോയിൻ്റ് പോയി ചെന്നുമ്പോൾ വൈഫൈയുടെ പേര് കാണിക്കും. പേര് കാണിച്ച് കഴിയുമ്പോൾ അത് ജിയോ ആണ്. എൻ്റെ ഇപ്പോൾ ജിയോ ആയിരുന്നു. അത് അടിച്ച് കഴിയുമ്പോൾ എൻ്റെ താഴെ പാസ്വേഡ് ചോദിക്കും. അത് അടിക്കുക, ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ കണക്റ്റഡായി. ഇനി അത് ഓട്ടോമാറ്റിക് ഓൺലൈൻ കാണിക്കും. ഞാനിപ്പോൾ അത് ഫ്ലൈറ്റ് മോഡിലിട്ടേക്കാണ്. ജിയോ വൈഫൈ ക്ലോസ് ചെയ്തു. വേറെ സിസ്റ്റം ഒന്നുമില്ല.